സംഘടനയിൽ നിന്നോ ഈ കമ്മിറ്റിയിൽ നിന്നോ എനിക്ക് നീതി കിട്ടുമെന്ന് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല. തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏതാണ്ട് 3 മണിക്കൂറോളമാണ് അവർ എന്നെ മാനസികമായി പീഡിപ്പിച്ചത്. സങ്കടങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴേക്കും കടുത്ത മുൻവിധിയോടെയുള്ള പെരുമാറ്റമാണ് നേരിടേണ്ടി വന്നത്. പരാതിക്കാരി അവിടുത്തെ SIയോടും മറ്റ് ജീവനക്കാരോടും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. അവരുടെ മകൾ SIയുടെ മേശയ്ക്കരികിലിരുന്ന് കളിക്കുക വരെയായിരുന്നു. വസ്തുതകൾ എന്താണെന്ന് കേൾക്കാൻ പോലും അവിടുത്തെ SI രേഷ്മ തയ്യാറായില്ല. ഇവരൊക്കെ പരീക്ഷ എഴുതി തന്നെയാണോ ഈ പദവിയിൽ എത്തിയത് എന്നെനിക്ക് സംശയം തോന്നിപ്പോയി. ഒരുപക്ഷെ അവിടെ പുരുഷ ഉദ്യോഗസ്ഥർ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. SIയുടെ മുന്നിൽ വെച്ചാണ് പരാതിക്കാരി എന്നെ കടുത്ത ഭാഷയിൽ തെറി വിളിച്ചതും ശപിച്ചതുമെല്ലാം. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെയിരുന്ന ഒരു SIയെ ഞാൻ ജീവിതത്തിലോ സിനിമയിൽ പോലുമോ കണ്ടിട്ടില്ല. ഈ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് ഞാൻ പരാതി നൽകും. എന്നെക്കൊണ്ട് നിർബന്ധിച്ച് മാപ്പ് എഴുതി വാങ്ങിപ്പിച്ചതിനു ശേഷം ഞാൻ ഒപ്പിട്ട പേപ്പറിൽ 2 വരികൾ കൂടി കൂട്ടിച്ചേർത്ത ആളാണ് ഈ SI. ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഞാൻ എഴുതി ഒപ്പിട്ടതിനു ശേഷമാണ് അവർ സ്വന്തം ഇഷ്ടപ്രകാരം അതിൽ തിരുത്തൽ വരുത്തിയത്. ആ പേപ്പർ ഫോട്ടോ എടുക്കാൻ പരാതിക്കാരിക്ക് അനുവാദം നൽകിയപ്പോൾ എനിക്ക് ആ അനുവാദം നിഷേധിച്ചു. ഇനി നിങ്ങളുടെ കുടുംബം അൻസിബ തകർക്കില്ല എന്നുകൂടെ എഴുതട്ടെ എന്ന് ചോദിച്ച് അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എനിക്ക് വലിയ ഭയം തോന്നി. കാരണം ഭാവിയിൽ എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടി അവർ ഇതിൽ ഇനിയും എന്തൊക്കെ എഴുതി ചേർക്കും എന്ന് അറിയില്ലല്ലോ. ടീനി ടോമിനെതിരെയുള്ള ആരോപണങ്ങൾ നീന കുറുപ്പ് ശരിവെച്ചിട്ടും ഒരാളല്ലേ ഇത് കേട്ടിട്ടുള്ളൂ എന്ന നിലപാടാണ് സംഘടനയുടെ പ്രസിഡന്റ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും നിയമപരമായി മുന്നോട്ടു പോകും. അമ്മ സംഘടനയിലെ ചിലരൊക്കെ ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ അസോസിയേഷനെ അറിയിച്ചതാണ്. ഭാരവാഹികൾക്കെല്ലാം കാര്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നിട്ടും അന്ന് ഇടപെടാതിരുന്നവർ ഇപ്പോൾ മാധ്യമങ്ങളുടെ സമ്മർദ്ദം കാരണമാണ് എന്നെ കേൾക്കാൻ തയ്യാറാകുന്നത്. ഈ വിഷയത്തിൽ യാതൊരുവിധ ഒത്തുതീർപ്പിനും വേണ്ടിയല്ല അവർ എന്നെ വിളിച്ചിട്ടുള്ളത്. അൻസിബയുടെ വാക്കുകൾ. SIയുടെ മുന്നിൽ വെച്ച് ശപിച്ചു, ഭീഷണിപ്പെടുത്തി, ഭയന്നുപോയി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അൻസിബ ഹസൻ. നടൻ ടിനി ടോമിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നടി അൻസിബ ഹസൻ. സംഘടനയിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് താൻ നേരിട്ട അനീതികൾ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായതെന്ന് അൻസിബ ഹസൻ പറയുന്നു. തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനവും പക്ഷപാതപരമായ പെരുമാറ്റമാണെന്നും ഇതിനെതിരെ ആഭ്യന്തരമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകുമെന്നും അൻസിബ മനോരമ ഓൺലൈനിനോട് വ്യക്തമാക്കി. വനിതാ സ്റ്റേഷനിലെ SI രേഷ്മ പരാതിക്കാരിയുമായി ഒത്തുകളിച്ച് തന്നെ 3 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ചെന്നും SIയുടെ മുന്നിൽ വെച്ച് പരാതിക്കാരി തന്നെ പരസ്യമായി തെറിവിളിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥ മൗനം പാലിച്ചെന്നും അൻസിബ ആരോപിക്കുന്നു. തന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധപൂർവം മാപ്പപേക്ഷ എഴുതി വാങ്ങിയ ശേഷം താൻ ഒപ്പിട്ട പേപ്പറിൽ SI സ്വന്തം ഇഷ്ടപ്രകാരം വരികൾ കൂട്ടിച്ചേർത്ത് രേഖകളിൽ തിരുത്തൽ വരുത്തിയതായും താരം വെളിപ്പെടുത്തി. ഭാവിയിൽ തന്റെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമാണ് അവിടെ നടന്നതെന്നും അൻസിബ വെളിപ്പെടുത്തി. ടീനി ടോമിനെതിരെയുള്ള തന്റെ ആരോപണങ്ങൾ നടി നീന കുറുപ്പ് ശരിവെച്ചിട്ടും ഒരാളല്ലേ ഇത് കേട്ടിട്ടുള്ളൂ എന്ന രീതിയിൽ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് സംഘടനയുടെ പ്രസിഡന്റിൽ നിന്നും ഉണ്ടായത്. ഈ പ്രശ്നങ്ങളെല്ലാം മുൻപ് തന്നെ അസോസിയേഷനെ അറിയിച്ചിട്ടും മൗനം പാലിച്ച ഭാരവാഹികൾ ഇപ്പോൾ മാധ്യമ സമ്മർദ്ദം കാരണം മാത്രമാണ് ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. ഈ സാഹചര്യത്തിൽ സംഘടനയുമായി യാതൊരുവിധ ഒപ്പുതീർപ്പുകൾക്കുമില്ലെന്നും നിയമ പോരാട്ടവുമായി ഉറച്ചു മുന്നോട്ടു പോകുമെന്നും അൻസിബ പറഞ്ഞു. ടീനി ടോമിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം.
അമ്മ സംഘടനയിൽ നിന്നോ ഈ കമ്മിറ്റിയിൽ നിന്നോ എനിക്ക് നീതി കിട്ടുമെന്ന് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല. തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏതാണ്ട് 3 മണിക്കൂറോളമാണ് അവർ എന്നെ മാനസികമായി പീഡിപ്പിച്ചത്. സങ്കടങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴേക്കും കടുത്ത മുൻവിധിയോടെയുള്ള പെരുമാറ്റമാണ് നേരിടേണ്ടി വന്നത്. പരാതിക്കാരി അവിടുത്തെ SIയോടും മറ്റ് ജീവനക്കാരോടും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. അവരുടെ മകൾ SIയുടെ മേശയ്ക്കരികിലിരുന്ന് കളിക്കുക വരെയായിരുന്നു. വസ്തുതകൾ എന്താണെന്ന് കേൾക്കാൻ പോലും അവിടുത്തെ SI രേഷ്മ തയ്യാറായില്ല. ഇവരൊക്കെ പരീക്ഷ എഴുതി തന്നെയാണോ ഈ പദവിയിൽ എത്തിയത് എന്നെനിക്ക് സംശയം തോന്നിപ്പോയി. ഒരുപക്ഷെ അവിടെ പുരുഷ ഉദ്യോഗസ്ഥർ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. SIയുടെ മുന്നിൽ വെച്ചാണ് പരാതിക്കാരി എന്നെ കടുത്ത ഭാഷയിൽ തെറി വിളിച്ചതും ശപിച്ചതുമെല്ലാം. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഒന്നും വേണ്ടാതെയിരുന്ന ഒരു SIയെ ഞാൻ ജീവിതത്തിലോ സിനിമയിൽ പോലുമോ കണ്ടിട്ടില്ല. ഈ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് ഞാൻ പരാതി നൽകും. എന്നെ കൊണ്ട് നിർബന്ധിച്ച് മാപ്പ് എഴുതി വാങ്ങിപ്പിച്ചതിനു ശേഷം ഞാൻ ഒപ്പിട്ട പേപ്പറിൽ 2 വരികൾ കൂടി കൂട്ടിച്ചേർത്ത ആളാണ് ഈ SI. ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഞാൻ എഴുതി ഒപ്പിട്ടതിനു ശേഷമാണ് അവർ സ്വന്തം ഇഷ്ടപ്രകാരം അതിൽ തിരുത്തൽ വരുത്തിയത്. ആ പേപ്പർ ഫോട്ടോ എടുക്കാൻ പരാതിക്കാരിക്ക് അനുവാദം നൽകിയപ്പോൾ എനിക്ക് ആ അനുവാദം നിഷേധിച്ചു. ഇനി നിങ്ങളുടെ കുടുംബം അൻസിബ തകർക്കില്ല എന്നുകൂടെ എഴുതട്ടെ എന്ന് ചോദിച്ച് അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എനിക്ക് വലിയ ഭയം തോന്നി. കാരണം ഭാവിയിൽ എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടി അവർ ഇതിൽ ഇനിയും എന്തൊക്കെ എഴുതി ചേർക്കും എന്ന് അറിയില്ലല്ലോ. ടീനി ടോമിനെതിരെയുള്ള ആരോപണങ്ങൾ നീന കുറുപ്പ് ശരിവെച്ചിട്ടും ഒരാളല്ലേ ഇത് കേട്ടിട്ടുള്ളൂ എന്ന നിലപാടാണ് സംഘടനയുടെ പ്രസിഡന്റ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും നിയമപരമായി മുന്നോട്ടു പോകും. അമ്മ സംഘടനയിലെ ചിലരൊക്കെ ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ അസോസിയേഷനെ അറിയിച്ചതാണ്. ഭാരവാഹികൾക്കെല്ലാം കാര്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നിട്ടും അന്ന് ഇടപെടാതിരുന്നവർ ഇപ്പോൾ മാധ്യമങ്ങളുടെ സമ്മർദ്ദം കാരണമാണ് എന്നെ കേൾക്കാൻ തയ്യാറാകുന്നത്. ഈ വിഷയത്തിൽ യാതൊരുവിധ ഒത്തുതീർപ്പിനും വേണ്ടിയല്ല അവർ എന്നെ വിളിച്ചിട്ടുള്ളത്. അൻസിബയുടെ വാക്കുകൾ. നിങ്ങളുടെ ആരും അറിയാതെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് ചില കാര്യങ്ങളിൽ മാറ്റമൊക്കെ വരുത്തുന്നു. ഇപ്പൊ തന്നെ ആ ടെർമിനേഷൻ റിവോക്ക് ചെയ്യുന്നത് തന്നെ ആ ഒരു നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തിരി ഫാസ്റ്റായി പോയിട്ട് തോന്നിയതുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരിഹാരം ഉണ്ടാവുന്നുണ്ട്. അറിയുന്നില്ല എന്നൊരു പരാതി പട്ടാളക്കാരനായത് മാത്രം അത്തരം കാര്യത്തിൽ കൂട്ടി നിൽക്കില്ല. അത് ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ സ്ത്രീകൾ കൽപ്പത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ജസ്റ്റ് നമ്മളോട് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരാളോട് പറഞ്ഞിട്ട് നിങ്ങളാണ് ആദ്യമായി പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ ഓഫ് യു. അറിയുന്നില്ല എന്നൊരു പരാതി അതുണ്ടായിരുന്നു. നമുക്ക് പേഴ്സണലി എന്തായാലും ഇഷ്യൂ ഉണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞു ഇവര് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു. അത് പേഴ്സണൽ ചെയ്യുന്നതാണ്. കുറച്ച് തിരക്കുകളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊമോഷനുമായിട്ട് നിൽക്കുന്നത് പേഴ്സണൽ കാര്യങ്ങളാണ്. അല്ലാതെ വേറെ മറ്റുള്ള പ്രശ്നങ്ങളില്ല. പേഴ്സണൽ തിരക്കുകൾ അറിഞ്ഞിട്ടില്ല.
അറിഞ്ഞിട്ട് നമ്മൾ ടെർമിനേഷൻ ലെറ്റർ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രതികരിച്ചത്. ഇനി ആരും നല്ല ഉത്തരവാദിത്തപരമായിട്ട് തന്നെ പ്രസിഡന്റ് എന്നോട് ചോദിച്ചു. ഇതിനുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നു എല്ലാവരും പറയുന്നുണ്ട്. അത് അതിനെങ്ങനെയാണ് ടീച്ചറെ കാണുന്നത്? അതപ്പം തന്നെ കിള്ളിക്കളഞ്ഞു. അപ്പം തന്നെ എടുത്ത് മാറ്റി എല്ലാവരും സ്വന്തമായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്ന് ചേർന്നു. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സംസാരിച്ച് പരിഹാരം ഉണ്ടാവുന്നുണ്ട്. അൻസിബയെ ചെന്നപ്പോൾ മുതൽ ഒറ്റപ്പെടുത്തി, കരയിച്ചു. സ്ത്രീകൾ വരാതിരിക്കാൻ പ്ലാനിംഗ് നടക്കുന്നുണ്ടോയെന്ന സംശയമെന്ന ഉഷ ഹസീന താരസംഘടനയായ അമ്മയുടെ നേതൃത്വം രാജിവെക്കണമെന്ന് നടി ഉഷ ഹസീന ആവശ്യപ്പെട്ടു. വ്യക്തിപരമായ തർക്കങ്ങളും ഈഗോ പ്രശ്നങ്ങളുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അവർ ആരോപിക്കുന്നു. താരസംഘടനയായ അമ്മയുടെ പുതിയ നേതൃത്വം രാജിവെക്കണമെന്ന് നടി ഉഷ ഹസീന. വ്യക്തിപരമായി എന്ത് നേട്ടമുണ്ടാക്കാം എന്നാണ് ഭരണസമിതിയിലുള്ളവർ ചിന്തിക്കുന്നത്. ഞാനാണോ നീയാണോ വലുത് എന്ന തർക്കമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതി പിരിച്ചുവിടണം. ഇനി ഒരിക്കലും സ്ത്രീകൾ ഭരണസമിതിയിൽ വരാതിരിക്കാൻ പുറത്തുനിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അൻസിബയെ ഒറ്റപ്പെടുത്തുകയും കരയിക്കുകയും ചെയ്തുവെന്നും ഉഷ പറഞ്ഞു. അമ്മ എന്ന സംഘടനയ്ക്കും നടീനടന്മാർക്കും നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സങ്കടമുണ്ട്. ആദ്യമെല്ലാം പ്രസിഡന്റും സെക്രട്ടറിയും ഒറ്റക്കെട്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. അൻസിബ ചെന്ന സമയം മുതൽ അൻസിബയെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ ദിവസം അൻസിബ കരഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അൻസിബ രാജിവെക്കാനൊരുങ്ങി. ചില കാര്യങ്ങളിൽ അൻസിബയുടെ നിലപാട് അങ്ങനെയാണ്. അൻസിബ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അമ്മയിലുള്ളവർക്ക് അലോസരമുണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അൻസിബയെ പുകച്ച് പുറത്തു ചാടിക്കണം എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അൻസിബയ്ക്ക് പിന്നീട് ഭയമായി തുടങ്ങി. അൻസിബ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നുപോലും ഞങ്ങൾക്ക് പേടി തോന്നി, ഉഷ പറഞ്ഞു. അമ്മ നേതൃത്വം പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി നടി പൊന്നമ്മ ബാബുവും രംഗത്തെത്തി. ഇപ്പോഴുള്ളവർ തുടർന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് പൊന്നമ്മ ബാബു പറഞ്ഞു. പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഈഗോ പ്രശ്നമാണ്. ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് ഇങ്ങനെ കലഹിക്കുന്നത്. സ്ത്രീകൾ നേതൃനിരയിൽ വന്നപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും പൊന്നമ്മ ബാബു പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് അൻസിബ ഹസൻ ഇന്നലെയാണ് സംഘടനാ നേതൃത്വത്തിനെതിരെയും ടീനി ടോമിനെതിരെയും തുറന്നടിച്ച് രംഗത്തു വന്നത്. ജിഹാദി എന്ന് വിളിച്ചു, മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചു, അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി, പോലീസിന് വ്യാജപരാതി നൽകി തുടങ്ങി. ഗുരുതര പരാമർശങ്ങളാണ് അൻസിബ ടിനിക്കെതിരെ ഉന്നയിച്ചത്. ഇതിനു പിന്നാലെ ടിനി ടോമിനെതിരെ നടി നീന കുറുപ്പും രംഗത്ത് വന്നു. കുടുംബമേളയ്ക്കിടെ ടിനി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും സംഘടനയ്ക്ക് പരാതി നൽകി. അൻസിബയുടെ പരാതി കേൾക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അമ്മയുടെ ഓഫീസിലേക്ക് അൻസിബയെ വിളിപ്പിച്ചു. എന്നാൽ അൻസിബ മറുപടി നൽകിയില്ലെന്നാണ് വിവരം. SIയുടെ മുന്നിൽ വെച്ച് ശപിച്ചു, ഭീഷണിപ്പെടുത്തി, ഭയന്നുപോയി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അൻസിബ ഹസൻ. നടൻ
ടിനി ടോമിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നടി അൻസിബ ഹസൻ. സംഘടനയിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് താൻ നേരിട്ട അനീതികൾ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായതെന്ന് അൻസിബ ഹസൻ പറയുന്നു. തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനവും പക്ഷപാതപരമായ പെരുമാറ്റമാണെന്നും ഇതിനെതിരെ ആഭ്യന്തരമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകുമെന്നും അൻസിബ മനോരമ ഓൺലൈനിനോട് വ്യക്തമാക്കി. വനിതാ സ്റ്റേഷനിലെ SI രേഷ്മ പരാതിക്കാരിയുമായി ഒത്തുകളിച്ച് തന്നെ 3 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ചെന്നും SIയുടെ മുന്നിൽ വെച്ച് പരാതിക്കാരി തന്നെ പരസ്യമായി തെറിവിളിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥ മൗനം പാലിച്ചെന്നും അൻസിബ ആരോപിക്കുന്നു. തന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധപൂർവം മാപ്പപേക്ഷ എഴുതി വാങ്ങിയ ശേഷം താൻ ഒപ്പിട്ട പേപ്പറിൽ SI സ്വന്തം ഇഷ്ടപ്രകാരം വരികൾ കൂട്ടിച്ചേർത്ത് രേഖകളിൽ തിരുത്തൽ വരുത്തിയതായും താരം വെളിപ്പെടുത്തി. ഭാവിയിൽ തന്റെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമാണ് അവിടെ നടന്നതെന്നും അൻസിബ വെളിപ്പെടുത്തി. ടിനി ടോമിനെതിരെയുള്ള തന്റെ ആരോപണങ്ങൾ നടി നീന കുറുപ്പ് ശരിവെച്ചിട്ടും ഒരാളല്ലേ ഇത് കേട്ടിട്ടുള്ളൂ എന്ന രീതിയിൽ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് സംഘടനയുടെ പ്രസിഡന്റിൽ നിന്നും ഉണ്ടായത്. ഈ പ്രശ്നങ്ങളെല്ലാം മുൻപ് തന്നെ അസോസിയേഷനെ അറിയിച്ചിട്ടും മൗനം പാലിച്ച ഭാരവാഹികൾ ഇപ്പോൾ മാധ്യമ സമ്മർദ്ദം കാരണം മാത്രമാണ് ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. ഈ സാഹചര്യത്തിൽ സംഘടനയുമായി യാതൊരുവിധ ഒപ്പുതീർപ്പുകൾക്കുമില്ലെന്നും നിയമ പോരാട്ടവുമായി ഉറച്ചു മുന്നോട്ടു പോകുമെന്നും അൻസിബ പറഞ്ഞു. ടിനി ടോമിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അമ്മ സംഘടനയിൽ നിന്നോ ഈ കമ്മിറ്റിയിൽ നിന്നോ എനിക്ക് നീതി കിട്ടുമെന്ന് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല. തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏതാണ്ട് 3 മണിക്കൂറോളമാണ് അവർ എന്നെ മാനസികമായി പീഡിപ്പിച്ചത്. സങ്കടങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴേക്കും കടുത്ത മുൻവിധിയോടെയുള്ള പെരുമാറ്റമാണ് നേരിടേണ്ടി വന്നത്. പരാതിക്കാരി അവിടുത്തെ SIയോടും മറ്റ് ജീവനക്കാരോടും വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. അവരുടെ മകൾ SIയുടെ മേശക്കരികിലിരുന്ന് കളിക്കുക വരെയായിരുന്നു. വസ്തുതകൾ എന്താണെന്ന് കേൾക്കാൻ പോലും അവിടുത്തെ SI രേഷ്മ തയ്യാറായില്ല. ഇവരൊക്കെ പരീക്ഷ എഴുതി തന്നെയാണോ ഈ പദവിയിൽ എത്തിയത് എന്നെനിക്ക് സംശയം തോന്നിപ്പോയി. ഒരുപക്ഷെ അവിടെ പുരുഷ ഉദ്യോഗസ്ഥർ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. SIയുടെ മുന്നിൽ വെച്ചാണ് പരാതിക്കാരി എന്നെ കടുത്ത ഭാഷയിൽ തെറി വിളിച്ചതും ശപിച്ചതുമെല്ലാം. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെയിരുന്ന ഒരു SIയെ ഞാൻ ജീവിതത്തിലോ സിനിമയിൽ പോലുമോ കണ്ടിട്ടില്ല. ഈ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് ഞാൻ പരാതി നൽകും. എന്നെക്കൊണ്ട് നിർബന്ധിച്ച് മാപ്പ് എഴുതി വാങ്ങിപ്പിച്ചതിനു ശേഷം ഞാൻ ഒപ്പിട്ട പേപ്പറിൽ 2 വരികൾ കൂടി കൂട്ടിച്ചേർത്ത ആളാണ് ഈ SI. ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഞാൻ എഴുതി ഒപ്പിട്ടതിനു ശേഷമാണ് അവർ സ്വന്തം ഇഷ്ടപ്രകാരം അതിൽ തിരുത്തൽ വരുത്തിയത്. ആ പേപ്പർ ഫോട്ടോ എടുക്കാൻ പരാതിക്കാരിക്ക് അനുവാദം നൽകിയപ്പോൾ എനിക്ക് ആ അനുവാദം നിഷേധിച്ചു. ഇനി നിങ്ങളുടെ കുടുംബം അൻസിബ തകർക്കില്ല എന്നുകൂടെ എഴുതട്ടെ എന്ന് ചോദിച്ച് അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എനിക്ക് വലിയ ഭയം തോന്നി. കാരണം ഭാവിയിൽ എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടി അവർ ഇതിൽ ഇനിയും എന്തൊക്കെ എഴുതി ചേർക്കും എന്ന് അറിയില്ലല്ലോ. ടിനി ടോമിനെതിരെയുള്ള ആരോപണങ്ങൾ നീന കുറുപ്പ് ശരിവെച്ചിട്ടും ഒരാളല്ലേ ഇത് കേട്ടിട്ടുള്ളൂ എന്ന നിലപാടാണ് സംഘടനയുടെ പ്രസിഡന്റ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും നിയമപരമായി മുന്നോട്ടു പോകും. അമ്മ സംഘടനയിലെ ചിലരൊക്കെ ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ അസോസിയേഷനെ അറിയിച്ചതാണ്. ഭാരവാഹികൾക്കെല്ലാം കാര്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നിട്ടും അന്ന് ഇടപെടാതിരുന്നവർ ഇപ്പോൾ മാധ്യമങ്ങളുടെ സമ്മർദ്ദം കാരണമാണ് എന്നെ കേൾക്കാൻ തയ്യാറാകുന്നത്. ഈ വിഷയത്തിൽ യാതൊരുവിധ ഒത്തുതീർപ്പിനും വേണ്ടിയല്ല അവർ എന്നെ വിളിച്ചിട്ടുള്ളത്. അൻസിബയുടെ വാക്കുകൾ. നിങ്ങളുടെ ആരും അറിയാതെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് ചില കാര്യങ്ങളിൽ മാറ്റമൊക്കെ വരുത്തുന്നത്. ഇപ്പൊ തന്നെ ആ ടെർമിനേഷൻ റിവോക്ക് ചെയ്യുന്നത് തന്നെ
ആ ഒരു നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തിരി ഫാസ്റ്റായി പോയിട്ട് തോന്നിയതുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരിഹാരം ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ അറിയുന്നില്ല എന്നൊരു പരാതി എഴുതാനല്ല പട്ടാളക്കാരനായത് മാത്രം അത്തരം രാജ്യത്തേക്ക് കൂട്ടി നിൽക്കില്ല അത് ഗൗരവത്തോടു കൂടി തന്നെ അതെ നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ സ്ത്രീകൾ കൽപ്പത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഓക്കെ. ജസ്റ്റ് നമ്മളൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരാളോട് പറഞ്ഞിട്ട് നിങ്ങളാണ് ആദ്യമായി പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ ഓഫ് യു. അതുണ്ടായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടു. അറിയുന്നില്ല ഞങ്ങൾ അറിയുന്നില്ല എന്നൊരു പരാതി അതുണ്ടായിരുന്നു. നമുക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞു ഇവര് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു. അത് പേഴ്സണൽ രീതിയിലാണ്. കുറച്ച് തിരക്കുകളുണ്ട്. ഷീറ്റിൻ്റെ പ്രൊമോഷനുമായിട്ട് നിൽക്കുന്നത് പേഴ്സണൽ കാര്യങ്ങളാണ്. അല്ലാതെ വേറെ മറ്റുള്ള പ്രശ്നങ്ങളില്ല. പേഴ്സണൽ തിരക്കുകൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ട് നമ്മൾ കമ്മീഷൻ എത്ര വന്നപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് പ്രതികരിച്ചത്. ഇനി ഞാനും നല്ല ഉത്തരവാദിത്തപരമായിട്ട് തന്നെ പ്രസിഡന്റ് എന്നോട് ചോദിച്ചു. ഇതിനുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് ടീച്ചറെ കാണുന്നത്? അതപ്പം തന്നെ കിള്ളിക്കളഞ്ഞു. അപ്പം തന്നെ എടുത്ത് മാറ്റി എല്ലാവരും സ്വന്തമായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്ന് ചോദിച്ചു. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സംസാരിച്ച് പരിഹാരം ഉണ്ടാവുന്നുണ്ട്. അൻസിബയെ ചെന്നപ്പോൾ മുതൽ ഒറ്റപ്പെടുത്തി, കരയിച്ചു. സ്ത്രീകൾ വരാതിരിക്കാൻ പ്ലാനിംഗ് നടക്കുന്നുണ്ടോയെന്ന സംശയമെന്ന ഉഷ ഹസീന താരസംഘടനയായ അമ്മയുടെ നേതൃത്വം രാജിവെക്കണമെന്ന് നടി ഉഷ ഹസീന ആവശ്യപ്പെട്ടു. വ്യക്തിപരമായ തർക്കങ്ങളും ഈഗോ പ്രശ്നങ്ങളുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അവർ ആരോപിക്കുന്നു. താരസംഘടനയായ അമ്മയുടെ പുതിയ നേതൃത്വം രാജിവെക്കണമെന്ന് നടി ഉഷ ഹസീന. വ്യക്തിപരമായി എന്ത് നേട്ടമുണ്ടാക്കാം എന്നാണ് ഭരണസമിതിയിലുള്ളവർ ചിന്തിക്കുന്നത്. ഞാനാണോ നീയാണോ വലുത് എന്ന തർക്കമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതി പിരിച്ചുവിടണം. ഇനി ഒരിക്കലും സ്ത്രീകൾ ഭരണസമിതിയിൽ വരാതിരിക്കാൻ പുറത്തുനിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അൻസിബയെ ഒറ്റപ്പെടുത്തുകയും കരയിക്കുകയും ചെയ്തുവെന്നും ഉഷ പറഞ്ഞു. അമ്മ എന്ന സംഘടനയ്ക്കും നടീനടന്മാർക്കും നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സങ്കടമുണ്ട്. ആദ്യമെല്ലാം പ്രസിഡന്റും സെക്രട്ടറിയും ഒറ്റക്കെട്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. അൻസിബ ചെന്ന സമയം മുതൽ അൻസിബയെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ ദിവസം അൻസിബ കരഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അൻസിബ രാജിവെക്കാനൊരുങ്ങി.
ചില കാര്യങ്ങളിൽ അൻസിബയുടെ നിലപാട് അങ്ങനെയാണ്. അൻസിബ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അമ്മയിലുള്ളവർക്ക് അലോസരമുണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അൻസിബയെ പുകച്ചു പുറത്തു ചാടിക്കണം എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അൻസിബയ്ക്ക് പിന്നീട് ഭയമായി തുടങ്ങി. അൻസിബ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നുപോലും ഞങ്ങൾക്ക് പേടി തോന്നി, ഉഷ പറഞ്ഞു. അമ്മ നേതൃത്വം പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി നടി പൊന്നമ്മ ബാബുവും രംഗത്തെത്തി. ഇപ്പോഴുള്ളവർ